അസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ തഖ്വയിലായി ജീവിക്കാൻ എന്നോടും നിങ്ങളോടും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. റിസാലത്തി എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള 6ാമത്തെ ക്ലാസ്സിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണങ്ങൾ അഥവാ പ്രവാചകൻ്റെ സിഫത്തുകൾ 35 നമ്മൾ പറഞ്ഞു. അതിൽ ഒരു സിഫത്തായിരുന്നു, പെട്ടെന്ന് ആരെങ്കിലും പ്രവാചകനെ അപ്രതീക്ഷിതമായി അറിയാത്തവർ കണ്ടാൽ ഒരു വല്ലാത്തൊരു ഗാംഭീര്യം അവിടെ പ്രകടമാകും എന്നായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 36ാമത്തെ പ്രവാചകൻ്റെ ഗുണമാണ്. വമൻ ഖാലതഹു മഅരിഫതൻ അഹബ്ബഹു എന്നാണ്. അതായത് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനോട് ഇടപഴകുന്ന ആളുകൾ പ്രവാചകനെ സ്നേഹിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ, പ്രവാചകനോട് ഇടപഴകാൻ അവസരമുണ്ടായാൽ ആളുകൾക്ക് ആ വ്യക്തിയോട് സ്നേഹമേ ഉണ്ടാവൂ. സ്നേഹമുണ്ടാവാൻ ആവശ്യമായ ഇടപെടലുകളായിരിക്കും പ്രവാചകനിൽ നിന്നുണ്ടാവുക. വലിയ ആളുകളുടെ കൂടെ നടക്കുക, ചെറിയ ആളുകളെ കാണാതിരിക്കുക, അതുപോലെ ആരെന്ത് തെറ്റ് ചെയ്താലും കണ്ടില്ല കേട്ടില്ല എന്ന രൂപത്തിൽ അങ്ങോട്ട് പോവുക, അങ്ങനെയൊന്നുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ മൻ ഖാലതഹു മഅരിഫതൻ അഹബ്ബഹു, പ്രവാചകനോട് ഇടപഴകി നിൽക്കുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി പരിചയപ്പെടുകയും പ്രവാചകനോടുകൂടെ നല്ല രൂപത്തിൽ ബന്ധപ്പെടാൻ അവസരമുണ്ടാകുന്ന ആളുകൾക്ക് പ്രവാചകനെ സ്നേഹിക്കാനാണ് അവസരമുണ്ടാവുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ, ഒരു നബി എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ഡിഗ്രിയാണ്. റിസാലത്ത് എന്ന് പറയുന്നത് വളരെ വലിയൊരു പദവിയാണ്. പക്ഷേ ആ പദവി വഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആർക്കും സ്നേഹിക്കാൻ പറ്റുന്ന പെരുമാറ്റമേ ആ വ്യക്തിത്വത്തിൽ നിന്നുണ്ടാവാൻ പാടുള്ളൂ. റിസാലത്ത് എന്ന് പറയുന്ന പദവി വഹിക്കുന്ന വ്യക്തിക്ക് ആർക്കും ആ വ്യക്തിയോട് ഇടപെടുമ്പോൾ അവർക്കാർക്കും ഒരു വിഷമോ ഒരു വേദനയോ ഒരു പ്രതിഷേധമോ ദേഷ്യമോ വെറുപ്പോ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അത് റിസാലത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. നോക്കൂ, നിങ്ങൾ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പ്രവേശിക്കുകയാണ്. തൻ്റെ റൂമിലേക്ക് അനുവാദം ചോദിച്ചു. അപ്പോൾ അനുവാദം കിട്ടി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുമ്പോൾ അവിടെ സ്ത്രീകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ സംസാരിക്കുകയാണ്. എങ്ങനെയാണ് സംസാരിക്കുന്നത്? ആലിയത്തൻ അസ്വാത്തുഹുന്ന, അവർ വലിയ ശബ്ദമുണ്ട്. അവരുടെ കുറേ സ്ത്രീകളിരുന്ന് നബിനോട് സംസാരിക്കുമ്പോൾ ശബ്ദം വല്ലാതെ ഉയർന്നു വരുന്നുണ്ട്, വലിയ ശബ്ദമുണ്ട്. അങ്ങനെ ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്, ലമ്മസ്തഅദന ഉമർ ഖുംന യബ്തദിർനൽ ഹിജാബ്. ഉമറുൽ ഫാറൂഖ് നബിൻ്റെ വീട്ടിൽ കയറിയോടുകൂടെ സ്ത്രീകളൊക്കെ അവരെ പർദ്ദയൊക്കെ കൂടെ ഇട്ടുകൊണ്ടൊക്കെ ഇറങ്ങി ഓടുന്ന രൂപത്തിൽ, നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഉമറുൽ ഫാറൂഖിനെ കണ്ടോടുകൂടെ ചാടി മറിഞ്ഞ് എണീറ്റ് ഓടി അവരൊക്കെ പാടെ. അപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ അവിടെ എന്താണ് സ്വീകരിക്കുന്നത് എന്ന് നോക്കാൻ പ്രവാചകനെ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൽഹഖ്, റസൂലുള്ളാഹി ചിരിക്കുകയാണ് പെണ്ണുങ്ങളൊക്കെ പാടെ എണീറ്റ് ഓടിയപ്പോൾ. അപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അൽഹഖല്ലാഹു സിന്നക യാ റസൂലല്ലാഹ് അജിബ്തു മിൻ ഹൗലാഇല്ലാതി കുന്ന ഇൻദി ഫലമ്മാ സമീന സൗതക് ഇബ്തദർനൽ ഹിജാബ്. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമറുൽ ഫാറൂഖ് പറയാം, അള്ളാഹു നബിയെ നിങ്ങളെ ചിരിപ്പിക്കട്ടെ, നിങ്ങൾക്ക് സന്തോഷമുണ്ടാവട്ടെ എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ ഇവരുടെ ഓട്ടം കണ്ടിട്ട് ചിരിച്ചപ്പോൾ പറയാണ് ഉമറുൽ ഫാറൂഖ്, നിങ്ങൾക്ക് ചിരിക്കാനുള്ള അവസരം അല്ലാഹ് ഉണ്ടാകട്ടെ, പക്ഷേ ഈ സ്ത്രീകളുടെ പെരുമാറ്റം കാരണം ഞാൻ അത്ഭുതപ്പെടുകയാണ് നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് സംവദിക്കുമ്പോൾ റസൂലുള്ള പറയാണ്, ഉമറെ നിന്റെ ശബ്ദം കേട്ടപ്പോഴേക്ക് ഇവർ എണീറ്റോടി, അവർ നിന്നെ പേടിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറുൽ ഫാറൂഖിനോട് പറയാം. അപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൻത യാ റസൂലല്ലാഹ് അഹഖു
നബിയെ നിങ്ങളാണ് അഹക്കായി യഹബ്ന, അവരുടെ മനസ്സിൽ ഗാംഭീര്യമുണ്ടാവാൻ, അവർക്കൊരു ഭയപ്പാടുണ്ടാവാൻ ഏറ്റവും അർഹതയുള്ള ആൾ താങ്കളാണ് നബിയെ. ഞാൻ കയറി വരുമ്പോൾ അല്ല അവർക്ക് ഇങ്ങനെ ഈ ഒരു ഗാംഭീര്യം, ഒരു പേടിയൊക്കെ എന്നെ സംബന്ധിച്ചല്ല ഉണ്ടാവേണ്ടത്, നിങ്ങളെ സംബന്ധിച്ചാണ്ടാവേണ്ടത്. എന്നിട്ട് ഉമറുൽ ഫാറൂഖ് ഈ പെണ്ണുങ്ങളോട് പറയാ, ഐ അതുവാത്തി അംഫുസിഹിന്ന അതഹബ്നനി വലാ തഹബ്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഓ മോശപ്പെട്ട സ്ത്രീകളെ, സ്വന്തം ശരീരത്തോട് അനീതി കാണിക്കുന്നവരെ, നിങ്ങൾ അള്ളാൻ്റെ റസൂലിനെ നിങ്ങൾ പേടിക്കുന്നില്ലേ, എന്നെയാണോ നിങ്ങൾ പേടിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീകൾ പറഞ്ഞു, നാം, അതെ നിന്നെ തന്നെയാണ് ഞങ്ങൾക്ക് പേടി. അന്ത അഫല്ലു വ അഗ്ലദു, നീ വലിയ കഠിനമുള്ള മനുഷ്യനെ, കാഠിന്യമുള്ള ആളാ, നിന്നെ ഞങ്ങൾക്ക് പേടിയാണ്. മിർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെക്കാൾ ഞങ്ങൾക്ക് റസൂലുള്ളാഹിനെ ഇഷ്ടമാണ്. ഞങ്ങൾ നബിൻ്റെ അടുക്ക് വന്നിട്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയും. അതുകൊണ്ട് ഞങ്ങൾക്ക് നിന്നെ പേടിയാണ്, റസൂലുള്ളാഹിനെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്, ഞങ്ങൾക്ക് എങ്ങനെയും പെരുമാറാൻ പറ്റുന്ന ആളാണ് റസൂലുള്ളാഹ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉമറുൽ ഫാറൂഖിനെ സമാധാനിപ്പിക്കുക. എന്താ റസൂലുള്ളാഹി പറയുന്നത്? ഉമറേ, വല്ലദീ നഫ്സി ബിയദിഹി, റബ്ബ് തന്നെയാണ് സത്യം, മാ ലഖിയക ശൈത്വാനു ഖത്തു സാലികം ഫജ്ജൻ ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജ്. നീ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ഉമറെ, ശൈത്താൻ അവിടുന്ന് മാറിപ്പോകുന്നു. റസൂലുള്ളാഹിനോട് പറയാം, റസൂലുള്ളാഹി ഉമറുൽ ഫാറൂഖിനോട് പറയാം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ബുഖാരിയുടെ ഹദീസാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ആ സഹോദരിമാർ, 3294 നമ്പർ ഹദീസ്, ആ സഹോദരിമാർ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ്. അവരെല്ലാവരും കൂടെ സംസാരിക്കുമ്പോൾ ശബ്ദമുയർന്നു വരികയാണ്. അപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് പ്രതിഷേധം, റസൂലുള്ളാഹിൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ വർത്താനം പറയേ, എന്നെ കണ്ടപ്പോഴേക്ക് നിങ്ങൾ ഇറങ്ങി ഓടുകയെ, നബിയെ അല്ലേ നിങ്ങൾ പേടിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഹദീസിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഈ ഹദീസിലുള്ളത്? അവരുടെ ശബ്ദമുയർന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്, അല്ലേ? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ആ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശബ്ദമുയരുന്നു, ആലിയത്തൻ അസ്വാതുഹുന്ന, ആ പെണ്ണുങ്ങളുടെ ശബ്ദമുയരുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ശബ്ദമുയർത്തി സ്ത്രീകൾ സംസാരിച്ചു എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ മുന്നിലുള്ള വിഷയം എന്താ വെച്ചാൽ, അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, നബിൻ്റെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദമുയർത്തരുത്. എന്താ ഉയർത്തിയാൽ പ്രശ്നം? അൻ തഹ്ബത അഅ്മാലുക്കും, നിങ്ങളുടെ അമല് പൊളിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ വിശ്വാസം എന്താണ്? റസൂലുള്ളാഹിൻ്റെ ശബ്ദത്തെക്കാൾ നമ്മൾ ശബ്ദമുയർത്തിയാൽ നമ്മുടെ അമല് പൊളിഞ്ഞു പോകും. ശിർക്ക് ചെയ്താൽ അമല് പൊളിഞ്ഞു പോകുമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതേ ഭാഷ തന്നെയാണ് പരിശുദ്ധമായ ഖുർആനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ ഈ സ്ത്രീകൾ റസൂലുള്ളാഹിൻ്റെ സദസ്സിൽ വെച്ചിട്ട് ശബ്ദമുയർത്തിയല്ലോ, അപ്പോൾ അവരുടെ അമല് പൊളിഞ്ഞോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുത്തി കൊടുക്കേണ്ടതാണോ അല്ലേ എന്നൊക്കെ ഒരു വിഷയമുണ്ടല്ലോ. അപ്പോൾ ഇവിടെ പണ്ഡിതന്മാർ അതിന് കൃത്യമായ മറുപടിയും നൽകുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഇറങ്ങാനൊരു പശ്ചാത്തലമുണ്ട്. എന്താ ആയത്തുള്ളത്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദകും ലിബഅദിൻ അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. നിങ്ങൾ വിശ്വാസികളെ, നിങ്ങൾ പരസ്പരം ശബ്ദമുയർത്തി സംസാരിക്കുന്ന പോലെ റസൂലുള്ളാഹിൻ്റെ അടുക്കൽ സംസാരിക്കരുത് എന്ന ആയത്തിറങ്ങി. നിങ്ങൾ അങ്ങനെ സംസാരിച്ചാൽ നിങ്ങളുടെ അമല് പൊളിഞ്ഞു പോകും. ഇത് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഈ ആയത്ത് വിശദീകരിക്കുകയാണ്. 4845 നമ്പർ ഹദീസ്. എന്താ സംഭവം എന്നറിയോ? മഹാനായ ഇബ്നു അബീ മുലൈക റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അപ്പോൾ അവരുടെ അടുക്കലേക്ക്, റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് ബനീ തമീം ഗോത്രക്കാരിൽ നിന്നുള്ള ഒരു സംഘം നബിനെ കാണാൻ വന്നിട്ടുണ്ട്, ഒരു പ്രതിനിധി സംഘം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹും ആ സംഘത്തിൻ്റെ കാര്യത്തിൽ അവരുടെ നേതാവ് ആരാവണം എന്നതിൽ ഉമറുൽ ഫാറൂഖും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തർക്കിച്ച ശബ്ദം വളരെ കൂടുതൽ വന്നു. അപ്പോൾ മഹാനായ അബീ മുലൈക റളിയല്ലാഹു അൻഹു പറയാം, ഖാദൽ ഖയ്യറാനിയായി യഹ്ലിക അബൂബക്കറിൻ വഉമർ, ഉമറുൽ ഫാറൂഖും അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും രണ്ടാളും നാശത്തിലാവാനായിട്ടുണ്ടല്ലോ. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അവർ ശബ്ദമുയർത്തിയല്ലോ. ആ സമയത്ത്
സുദീഖുൽ അക്ബർ റളിയല്ലാഹു റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, അഖ്റബിന് ഹാബിസ് റളിയല്ലാഹുവിനെ നിങ്ങൾ ഈ സംഘത്തിൻ്റെ അമീറായിട്ട് നിശ്ചയിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു പറഞ്ഞു, അത് പറ്റൂല നബി, അയാളല്ല, വേറെ ആളായിക്കോട്ടെ. അപ്പോൾ സുദീഖുൽ അക്ബർ റളിയല്ലാഹു ഉമറുൽ ഫാറൂഖിനോട് പറഞ്ഞു, മാ അറത്ത ഇല്ലാ ഖിലാഫി, ഞാൻ എന്ത് പറഞ്ഞാലും ഇതിനെതിരും അറിയുന്ന പരിപാടിയാണല്ലോ നിനക്കുള്ളത് എന്ന് പറഞ്ഞ അവർ രണ്ടാളുടെ ഇടയിൽ തർക്കം. അപ്പോൾ ശബ്ദം കുറച്ച് ഉയർന്നു, റസൂലുള്ളാഹിൻ്റെ ശബ്ദത്തെക്കാൾ കുറച്ച് ശബ്ദം ഉയർന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹുജറാത്തിലെ 2-ാമത്തെ ആയത്തിറക്കാൻ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതക്കും ഫൗഖ സൗത്തിൻ നബി, വിശ്വാസികളെ, നിങ്ങൾ പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദമുയർത്തരുത്, നിങ്ങളുടെ അമല് പൊളിഞ്ഞു പോകും അങ്ങനെ ചെയ്താൽ എന്ന ആയത്തിറങ്ങിയപ്പോൾ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫമാ കാന ഉമർ യുസ്മിഉ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ ഹാദിഹിൽ ആയ ഹത്താ യസ്തഫീമഹു. ആ ആയത്തിൻ്റെ ഇറങ്ങിയിട്ട് പിന്നെ റസൂലുള്ള മരിക്കണത് വരെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ അടുത്ത് നിന്ന് വല്ലതും സംസാരിച്ചാൽ നബി പറയും, എന്തേ ഉമർ നീ പറഞ്ഞത് എന്ന് ചോദിക്കും. അപ്പം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതേ റസൂലുള്ളാഹിക്ക് മനസ്സിലാവുള്ളൂ. കാരണം അത് അത്രയും ശബ്ദം താഴ്ത്തിയിട്ടാണ് പിന്നെ ആയത്തിറങ്ങിയതിന് ശേഷം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സംസാരിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്ത്രീകൾ റസൂലുള്ളാഹിൻ്റെ അടുക്കൽ പോയി ശബ്ദമുയർത്തി സംസാരിച്ചല്ലോ എന്ന് ബുഖാരിയുടെ ഹദീസ്. അതേപോലെ ഖുർആനിൽ പറഞ്ഞു, ശബ്ദമുയർത്തി സംസാരിച്ചാൽ നിങ്ങളുടെ അമല് പൊളിഞ്ഞു പോകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്താണ്? അതാണ് നമ്മൾ പറഞ്ഞത്. ഈ ആയത്ത് ഇറങ്ങുന്നതിൻ്റെ മുമ്പ് സുദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനും ഈ വിവരമില്ല. ഈ പ്രശ്നം നടന്നപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. ഈ ആയത്തിറങ്ങിയതിന് ശേഷം അവർ വളരെ ശാന്തമായിട്ടായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇമാം മുസ്ലിം പറയാണ്, ഖാലൽ ഉലമാഉ മഅനാ യസ്തക്സിർനഹു യത്സ്ലുബന കസീറൻ മിൻ കലാമിഹി വജവാബിഹി ബിവഹവാഇജിഹിന്ന വഫതാവഹിന്ന. സ്ത്രീകൾ ശബ്ദമുയർത്തി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അവർ കുറേ സ്ത്രീകൾ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ അറിയാതെ ശബ്ദം അങ്ങോട്ട് കൂടിപ്പോവുകയാണ്. കുറേ സ്ത്രീകൾ പതുക്കെ പതുക്കെ പറഞ്ഞാൽ തന്നെ കുറേ ആളുകളാകുമ്പോൾ ശബ്ദം കൂടി വരുമല്ലോ, അങ്ങനെയാണ്. അതല്ലാതെ ഒറ്റ സ്ത്രീ വലിയ ശബ്ദത്തിൽ ബഹളം വെച്ചു എന്നല്ല എന്ന് ഇമാം നവവി. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, മഹാനായ ഖാളി ഇയാദ് റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, അന്ന ഹാദാ ഖബല നഹി അൻ റഫഇ സൗതി ഫൗഖ സൗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംഭവം, ഈ ചരിത്രം നടക്കുന്നത് ഈ ആയത്തിറങ്ങുന്നതിന് മുമ്പാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വിശദീകരണങ്ങൾ ഇതിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഏതായിരുന്നാലും നാം പറഞ്ഞു വന്നത്, നമ്മൾ പ്രവാചകൻ്റെ 36-ാമത്തെ ഗുണമായിട്ട് നമ്മൾ പഠിച്ചത് എന്താണ്? മൻ ഖാലതഹു മഅരിഫതൻ അഹബ്ബഹു. പ്രവാചകനോട് ഇടപഴകാൻ പോയ ആളുകൾ, പ്രവാചകൻ ഇടപഴകി മനസ്സിലാക്കിയ ആളുകൾ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ പ്രവാചകനോട് ആ സ്ത്രീകൾ നടത്തിയ പ്രകടനമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതേപോലെ മറ്റു സ്ത്രീകളുമായി പ്രവാചകൻ ഇടപഴകിയത് നമുക്ക് കാണാൻ കഴിയും. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പ്രവാചകൻ്റെ ഗാംഭീര്യമായിരുന്നു, പ്രവാചകനെ കാണുമ്പോൾ ഭയാശങ്കയുണ്ടായി എന്നൊക്കെയുള്ള വിശദീകരണമായിരുന്നു. ഇന്ന് നമ്മൾ പ്രവാചകൻ അങ്ങനെ മസിൽ പിടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നോ? അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ കാര്യങ്ങൾ 36-ാമത്തെ ഗുണം കൂടെ വിവരിക്കുന്നത്. ഇത് ഇമാം മുസ്ലിം അവിടുത്തെ സഹീൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്, 2326 നമ്പർ ഹദീസ്. പ്രവാചകൻ്റെ അടുക്കൽ ഒരു സ്ത്രീ വരികയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന അദ്ദേഹം പറയാണ്, കാനഫി അഖ്ലിഹാ ശൈഉൻ. ആ പെണ്ണിന് ബുദ്ധിയില്ല, ബുദ്ധിക്ക് എന്തോ തകരാറുള്ളൊരു പെണ്ണാണ്. അപ്പോൾ അവൾ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയാണ്, ഇന്നലി ഇലൈക ഹാജ, എനിക്ക് നിങ്ങളെ കൊണ്ടൊരാവശ്യമുണ്ട് നബിയെ. അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, യാ ഉമ്മ ഫുലാനിൻ ഉൻദുരി അയ്യസികകി ശിഅതി. എനിക്ക് ഏത് വഴിയാണോ വേണ്ടത്, എവിടെയാണോ, എങ്ങോട്ടാണ് പോകേണ്ടത്, എവിടെ നിന്നാണ്, എന്താ ആവശ്യമുള്ളത് പറഞ്ഞോ, റെഡിയാണ് ഞാൻ. ഹത്ത അഖ്ലിയിലേക്ക് ഹാജത്തേക്ക്, നിൻ്റെ ആവശ്യം ഞാൻ തീർത്തു തരാമല്ലോ, എന്താ വേണ്ടത്. ഫഹല മഅഹാ ഫി ബാദി തുർക്ക്. അങ്ങനെ ആ പെണ്ണ് റസൂലുള്ളാഹിനെ കൊണ്ടർ പോയി. മദീനയുടെ ഏതോ വഴിയിലൂടെ പ്രവാചകനും ആ പെണ്ണ് പോയി. ഹത്ത ഫറഗത്ത് മിൻ ഹാജത്തിയ. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് 36 ആവശ്യം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹിനെ അവർ 36 മടക്കിയിട്ടു. നോക്കൂ, ഒരു പ്രവാചകൻ്റെ പ്രകടനമാണ് ഈ കാണുന്നത്. ഒരു ബുദ്ധിയില്ലാത്തൊരു പെണ്ണ് വിളിച്ചപ്പോൾ ആ പെണ്ണിനോട് കൂടെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു ബുദ്ധി നശിച്ചതൊന്നും വേണ്ട, ആളുകളുടെ ഇടയിൽ
ഒരു വിവേകപൂർവ്വം പെരുമാറാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ പോലും അയാൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് അവനല്ലേ എന്നുള്ള കാര്യം മറിഞ്ഞു നോക്കൂല. ഇത് ബുദ്ധിക്ക് തകരാറുള്ള പെണ്ണ് വിളിച്ചു കൊണ്ടുപോകുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കൂടെ പോവുകയാണ്. നിനക്ക് എന്താ വേണ്ടി ഞാൻ ചെയ്തു തരാമെന്ന് പറയാം. അങ്ങനെ അവർ പോയി. കുറേ കഴിഞ്ഞിട്ട് അവർ വരികയാണ്. അവർ റസൂലുള്ളാഹിനെ മടക്കി വിടുകയാണ്. എത്ര ഹദീസുകൾ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. അതേപോലെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. അനസ് റളിയല്ലാഹു അൻഹു പറയാം, ഇൻ കാനത്തിൽ അമതുമിൻ ഇമായി അഹ്ലിൽ മദീനത്തി ലതഖുദു ബിയദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർച്ചയായും മദീനയിലെ അടിമപ്പെണ്ണ് റസൂലുള്ളാഹിന്റെ കൈ പിടിക്കും. ഫതന്തലിഖു ബിഹി ഹൈസു ഷാഅത്. എന്നിട്ട് ആ പെണ്ണ് പ്രവാചകന്റെ കൈയും പിടിച്ച് അവരുദ്ദേശിക്കുന്നിടത്ത് കൂടെ നബിനെ കൊണ്ടുപോകും. എന്നിട്ട് അവരുടെ ആവശ്യം കഴിഞ്ഞാലേ റസൂലുള്ളാഹിനെ അവർ വിടുകയുള്ളൂ. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. 6072 നമ്പർ ഹദീസ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പ്രവാചകൻ, റിസാലത്തിൻ്റെ ചുമതലയുള്ള നബി നടത്തുന്ന ദീനീ പ്രബോധനത്തിനിടയിൽ ജനങ്ങളുമായി പ്രവാചകൻ സംവദിക്കുന്ന അവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടുകൂടെ നമ്മളെയും കൂടി ഒന്ന് ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്യാനും മറ്റുള്ളവർക്ക് മാതൃകയാവാൻ വേണ്ടിയിട്ടാണല്ലോ, മറ്റുള്ളവരും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ പിന്നെ ഇവിടെ ബുഖാരിയുടെ ഹദീത്താണ്. ഇതിലുള്ള വിഷയം എന്താ? മദീനയിലെ അടിമപ്പെണ്ണ് പ്രവാചകന്റെ കയ്യും പിടിച്ച് പ്രവാചകനെയും കൊണ്ടുപോകും. എന്നിട്ട് അവളുടെ ആവശ്യം കഴിഞ്ഞ് റസൂലുള്ളാഹിനെ അവർ വിടും. അപ്പോൾ ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഒരന്യ പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ പിടിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഈ ഹദീസുകളൊക്കെ നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഹദീസുകൾ പഠിക്കുമ്പോൾ ആ ഹദീസിന് വിപരീതമായി അതിൻ്റെ ആശയത്തെ എന്താ പറയുക, മനുഷ്യൻ്റെ മനസ്സിൽ ഒസ്വാസ് ഉണ്ടാക്കുന്ന രൂപത്തിൽ പലർക്കും വ്യാഖ്യാനിക്കാൻ കഴിയും. അപ്പോൾ അത് തടയപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരം വേദികൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പോൾ ഈ ഹദീസിൽ ഇങ്ങനെയാണുള്ളത്. മാത്രമല്ല, പ്രവാചകൻ്റെ ഹദീസ് തബറാനിയിൽ കാണാം. ലഅൻ യുത്അന ഫീ റഅസി അഹദികും ബിമിഖ്യത്തിൻ മിൻ ഹദീദിൻ ഖൈറുൻ ലഹു മിൻ അൻ യമസ്സ ഇംറഅതൻ ലാ തഹില്ലു ലഹു. തനിക്ക് ഹലാലല്ലാത്ത ഒരു പെണ്ണിനെ സ്പർശിക്കൽ, ഭാര്യയല്ല, ഉമ്മയല്ല, പെങ്ങളല്ല, ഇങ്ങനെ നമ്മളോട് ബന്ധമില്ലാത്ത ഒരു അന്യ പെണ്ണിനെ ഒരാൾ സ്പർശിക്കുക എന്നുള്ളത് അവൻ്റെ തലയിൽ ഇരുമ്പ് കൊണ്ടുള്ള സൂചി കുത്തുകയറ്റുന്നതിനേക്കാൾ ഭീകരമാണത്. നമ്മളത് ആലോചിച്ച് നോക്കൂ. ഒരാളൊരു അന്യ പെണ്ണിന് അവളുടെ കൈ പിടിക്കുന്നത് നമ്മുടെ തലയിലേക്ക് ഒരു പട്ടികാണി കുത്തിക്കയറ്റിയാൽ എങ്ങനെ ഉണ്ടാകും? അതിലേറെ ഭീകരമാണ് എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെങ്ങനെയാണ്? അതൊരു ഫാഷനാണ്. കൂടെ സ്കൂളിൽ പഠിച്ച ആളുകൾ, കോളേജിൽ പഠിച്ച ആളുകൾ, അതുപോലെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആളുകൾ കാടിനോട് കൂടെ കൈ കൊടുക്കുക, ആലിംഗനം വരെ ചെയ്യുക. അതൊക്കെ എന്താണ്? ബുദ്ധിയുള്ള മനുഷ്യന്മാരുടെ, ഇന്നത്തെ ബുദ്ധിയുള്ളവൻ്റെ സംസ്കാരമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് എന്താ? അന്യ പെണ്ണിന് കൈ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ തൊടുകയാണെങ്കിൽ നിൻ്റെ തലൻ്റെ ഉള്ളിലേക്ക് പട്ടികാണി അടിച്ച് കയറ്റുന്നതിനേക്കാണ് ഭീകരമാണത് എന്നാണ് പറഞ്ഞത്. ആ അധ്യയനം പഠിപ്പിച്ച റസൂലുള്ളാഹ് മദീനയിൽ ഇരിക്കുമ്പോൾ പെണ്ണ് വന്നിട്ട് പ്രവാചകന്റെ കയ്യും പിടിച്ച് പോയി എന്ന് പറയുമ്പോൾ പ്രശ്നമല്ലേ സഹോദരങ്ങളെ? മാത്രമല്ല, നമുക്ക് കാണാൻ കഴിയും, ഇമാം ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ 2874 നമ്പർ ഹദീത്ത് കാണാം. മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇമാം ബുഖാരിയുടെ ഉസ്താദാ, ഉമൈമ റളിയല്ലാഹു അൻഹയെ ഞാൻ കേട്ടു. അവർ പറയാണ്, ഞാൻ കുറച്ച് സ്ത്രീകളുമായിട്ട് റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് ബയ്യത്തിന് പോയി, നബിനെ ബയ്യത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബയ്യത്ത് ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈയ്യൊടുത്ത് കാണാണല്ലോ, കരാറ് ചെയ്യൽ, കൈയ്യൊടുക്കലാണല്ലോ. അങ്ങനെ കൈയ്യൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറയണറിയോ? ഫഖാല ലനാ, അപ്പോൾ റസൂലുള്ളാഹി ഞങ്ങളോട് പറഞ്ഞു, ഫീമസ്തതഅതുന്ന വ അതഖതുന്ന, നിങ്ങൾ മുസ്ലിങ്ങളായി നല്ലവരായി ജീവിക്കണം. എങ്ങനെ? നിങ്ങളെ കഴിവിൻ്റെ പരമാവധി.
ഇന്നി ലാ ഉസാഫിഹുൻ നിസാ, ഞാൻ സ്ത്രീകളെ മുസാഫാത്ത് ചെയ്യില്ല, സ്ത്രീകൾക്ക് ഞാൻ കൈ കൊടുക്കൂല, അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ കൈ തരൂല, നിങ്ങളോട് ഞാൻ സംസാരത്തിലൂടെയാണ് ബയ്യത്ത് ചെയ്യുന്നത് കേട്ടോ റസൂലുള്ള പറഞ്ഞു. കുരിങ്ങൽ മേലത്തെ ഹദീസിൽ എന്താ? ബുഖാരിയുടെ ഹദീസാ. മദീനയിലെ അടിമപ്പെണ്ണ് ഇൻകാനത്തിൽ മദീന റസൂലില്ല, അവർ റസൂലുള്ളാന്റെ കൈ പിടിച്ചു പോകുന്നു. ഇവിടെ എന്താ റസൂലുള്ള പറയുന്നത്? ലാ ഉസാഫിഹുൻ നിസാ, സ്ത്രീകളെ ഞാൻ ഹസ്തദാനം ചെയ്യില്ല എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഇബ്നു മാജയുടെ ഹദീസാ. മേലത്തെ ഹദീസിൽ നബിന്റെ കൈ പിടിച്ചു എന്നുള്ളതുമാണ്. ഇനി വേറെയും ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാനത്തിൽ മുഅ്മിനാത്തു ഇദാ ഹാജർന ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യംതഹിനുഹുന്ന ബിഖൗലില്ലാഹി അസ്സ വജല്ല യാ അയ്യുഹല്ലദീന ആമനു ഇദാ ജാഅകുമുൽ മുഅ്മിനാത്ത് മുഹാജിറാത്തിൻ ഫംതഹിനുഹുന്ന. അതായത് സ്ത്രീകൾ ബയ്യത്ത് ചെയ്യാൻ വേണ്ടി ഹിജറ ചെയ്തുകൊണ്ട് റസൂലുള്ളാന്റെ അരികിലേക്ക് വന്നാൽ അവരെ നിങ്ങൾ എന്ത് ചെയ്യണം? പരീക്ഷിക്കണം. അതായത് അവരോട് പറയണം, നിങ്ങൾ ശിർക്ക് ചെയ്യൂല, അതുപോലെ നിങ്ങൾ കളവ് നടത്തൂല, വ്യഭിചരിക്കൂല, കൊലപാതകം നടത്തൂല, അതുപോലെ തോന്നിവാസം ചെയ്യില്ല, നിരപരാധികളുടെ പേരിൽ വ്യഭിചാരോപണം നടത്തൂല, അങ്ങനെ ഒന്നും ചെയ്യൂല, നിങ്ങൾ ഉറപ്പ് തരണം. ഇങ്ങനെ പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ബയ്യത്ത് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് ഇവർ ബയ്യത്ത് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ആയിഷ ബീവി പറയാം, ഫമൻ അഖറ ബിഹാദ ശർതി മിനൽ മുഅ്മിനാത്ത് ഫഖദ് അഖറ ബിൽ മിഹ്ന ഫകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇദാ അഖറന ബിദാലിക മിൻ ഖൗലിഹിന്ന ഖാല ലഹുന്ന റസൂലുള്ളാഹി അൻതലിഖന ഫഖദ് ബായഅതുകുന്ന. എന്താണ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ, ശിർക്ക് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവരത് അംഗീകരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പരീക്ഷ നടത്തി എന്നുള്ളത് നബി ഉറപ്പ് വരുത്തുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയും, ഇന്തലിഖ്ന, നിങ്ങൾ പോയിക്കോളിം, ബായഅതുകുന്ന, ഞാൻ നിങ്ങളോട് ബയ്യത്ത് ചെയ്തിരിക്കുന്നു. പിന്നെന്താ ആയിഷ ബി പറഞ്ഞെന്നറിയോ? മാ മസ്സത്ത് യദു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ ഇംറഅത്തിൻ ഖത്തു, ഒരു പെണ്ണിന്റെ കൈമേലും നബിന്റെ കൈ തട്ടിയില്ല. വൈറ അന്നഹു ബായഹുന്ന ബിൽ കലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരം കൊണ്ടാണ് ബയ്യത്ത് ചെയ്തത്. അപ്പോൾ ഇവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊടുന്നില്ല. എന്നിട്ട് ആയിഷ ബി പറയാം, വല്ലാഹി മാ അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൻ നിസാ ഇല്ലാ ബിമാ അമറഹുല്ലാഹ് യഖൂലു ലഹുന്ന ഇദാ അഖദ അലൈന ഖദ് ബായഅതുകുന്ന. അല്ലാഹ് തന്നെയാണ് സത്യം, റസൂലുള്ള ഒരേറ്റ പെണ്ണിനെയും തൊടൂല. ബയ്യത്ത് ചെയ്യുമ്പോൾ പറയും, നിങ്ങളോട് ഞാൻ ബയ്യത്ത് ചെയ്തിരിക്കുന്നു ഈ വാക്കിന്റെ അടിസ്ഥാനത്തിൽ എന്ന് റസൂലുള്ള പറയുമായിരുന്നു. അതേപോലെ ഇമാം ബുഖാരിയുടെ സഹീഹ് 7214 നമ്പർ ഹദീസിലും കാണാം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുബായിഉൻ നിസാ ബിൽ കലാം, നബി സ്ത്രീകൾക്ക് കൈ കൊടുക്കാതെ വെറും വാക്കുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബയ്യത്ത് ചെയ്യും. വമാ മസ്സത്ത് യദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദംറാത്തിൻ ഇല്ലം റഅതൻ യംലികുഹാ, നബി ബയ്യത്ത് ചെയ്യുമ്പോൾ നബിന്റെ അടിമ സ്ത്രീകളായ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തൊടും, അല്ലാത്തവരെ നബി തൊടുകയില്ല. അപ്പോൾ ഈ കണ്ട ഹദീസൊക്കെ മേലെ ബുഖാരി പറഞ്ഞ ഹദീസിന് എതിരാ. അതായത് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് നബിന്റെ കയ്യും പിടിച്ച് അടിമ സ്ത്രീ പോകും എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താ ഇതിൻ്റെ പ്രതികരണം? എന്താണ് ഇതിനുള്ള മറുപടി? എന്താ? മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്, ഹാഫിദുദ്ദീൻ ഇബ്നു ഹജറുൽ അസ്കലാനി, അതേപോലെ തന്നെ ഇമാം നവവി, അതേപോലെ ഇമാം ഐനി, അതേപോലെയുള്ള നിരവധി പണ്ഡിതന്മാർ ഈ ഹദീസിൻ്റെ വിശദീകരണം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം റസൂലുള്ളാഹിനെ പറ്റി. ഒരു പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൊണ്ടാണ് പോയി എന്നാണ് പറയുന്നത്. എന്നിട്ട് ആരും ഇല്ലാത്തടത്ത് കൂടി പോയിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് നബീന് വന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ കാണുക? ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, അയ്യികും യംലികു ഇർബഹു കമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംലികു ഇർബഹു. അള്ളാന്റെ റസൂൽ തൻ്റെ വികാരത്തെ ഒതുക്കാൻ കഴിയുന്നത് പോലെ, റസൂലിന് ഒതുക്കാൻ കഴിയുന്നത് പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ? അപ്പോൾ റസൂലുള്ളാഹിൽ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയ്ക്ക് നമുക്ക് ആവശ്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. രണ്ടാമത്, ഈ ബുഖാരിയുടെ ഹദീസിൽ പറഞ്ഞത് സ്ത്രീകൾ വന്ന് കൈപിടിക്കുമെന്നല്ല പറഞ്ഞത്. ബുഖാരിയിൽ പറഞ്ഞത്
അമത്ത് എന്നാ പറഞ്ഞത്. ഇൻകാനത്തിൽ അമത്തു, അമത്ത് എന്ന് പറഞ്ഞാൽ അടിമപ്പെണ്ണ്. നബിൻ്റെ കൈ പിടിക്കും. എന്തേ അടിമപ്പെണ്ണ് എന്ന് പറഞ്ഞാൽ എന്തേ സ്വതന്ത്രരായ സ്ത്രീകൾ എന്ന് പറഞ്ഞൂടെ? അവിടെ എന്തേ അടിമപ്പെണ്ണ് എന്നുള്ള പ്രയോഗം പ്രയോഗിക്കാൻ കാരണം? മാത്രമല്ല പുരുഷന്മാരെന്തേ അവിടെ മാറ്റാൻ കാരണം? എന്തേ ഒരു പെണ്ണിലേക്ക് വരാൻ കാരണം എന്ന വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഇമാം ബുഖാരിയുടെ വ്യാഖ്യാതാവ് ഫതുൽ ബാരിയിൽ ഹാഫിളുദ്ദീൻ പറയാ, അൽ മഖ്സൂദു മിനൽ അഖ്ദി ബിൽ യദ്. ഇവിടെ റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താരോ, ലാസിമുഹു വഹുവ റിഫ്ഖു വൽ ഇൻഖിയാദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരെന്ത് ചെയ്യുന്നു? നിരന്തരമായി പിന്തുടരുന്നു. പ്രവാചകൻ അവരോട് ദയയും താഴ്മയും അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. അവരെന്ത് പറഞ്ഞാലും അതിന് പ്രവാചകന് വഴിപ്പെട്ടു കൊടുക്കുന്നു. പ്രവാചകൻ്റെ കൈ പിടിച്ച് കൊണ്ടുപോയിട്ട് അവരുടെ ആവശ്യം കഴിഞ്ഞ് വിടുന്നു എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ആർക്കും വഴങ്ങിക്കൊടുക്കുന്നു എന്നാണ്. എന്നിട്ട് പറയാം, വാക്കദിസ്തമലാല അൻവായ്മിനൽ മുബാലാത്തി ഫി തവാദുൽ ദിക്രിഹിൽ മർഅ ദൂന റജിൽ. ഇവിടെ ഈ ഹദീസിൽ ഉദ്ധരിച്ച എന്താണ്? സ്ത്രീയെയാണ് പറഞ്ഞത്, പുരുഷനെ പറഞ്ഞില്ല. ഒരു പുരുഷൻ വന്ന് പ്രവാചകൻ്റെ കൈ പിടിച്ച് കൊണ്ടുപോകുമെന്ന് പറഞ്ഞില്ല. പിന്നെ അവിടെ പെണ്ണിനെ പറഞ്ഞു. എന്നാൽ പെണ്ണിനെ പറയുന്നിടത്തും സ്വതന്ത്രരായ പെണ്ണെന്ന് പറഞ്ഞില്ല. വല്ലമത്ത ദൂനൽ ഹുറ, സ്വതന്ത്രരായ സ്ത്രീയെ പറയാതെ അടിമ പെണ്ണിനെ പറഞ്ഞു. ഇത് പറയാൻ കാരണം എന്താണ്? അത് അവരുടെ അറബികളുടെ പ്രയോഗങ്ങളിൽ വ്യാപകമായ ഒരു ഉപയോഗ ശൈലിയാണിത്. ഹൈസു അം അമ ബിലഫ്ലിൽ ഇമായി അയ്യ അമത്തിൻ കാനത്ത് വബി ഖൗലിയായി തുഷാഅത്ത് ഐമിനൽ അംകിര എന്ന് പറഞ്ഞാൽ എവിടെയായിരുന്നാലും ഏതിലെയും പ്രവാചകനെ അവർക്ക് കൊണ്ടുപോകാൻ കഴിയും, പ്രവാചകനോട് ഇടപെടാൻ കഴിയും എന്നതിൻ്റെ ഒരു സൂചനയുള്ളൂ. അതല്ലാതെ പെണ്ണ് വന്ന് കൈമ പിടിക്കുമെന്ന് എന്ന ആശയമല്ല. മാത്രവുമല്ല, അറബി ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവർ കൈപിടിക്കുക എന്നുള്ള പ്രയോഗം അവരുടെ ഒരു ആലങ്കാരികമായ പ്രയോഗമാണ്. ഏതുപോലെ നമ്മൾ പ്രാർത്ഥനകളിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ഖുദ്ബി ഐദീന ഇലൈക്, അള്ളാഹുവേ ഞങ്ങളുടെ കരങ്ങളെ നിന്നിലേക്ക് നീ പിടിക്കണമേ. അവിടെ അള്ളാഹ് വന്നിട്ട് കയ്യുമ്പോൾ പിടിക്കുന്നുണ്ടോ? അപ്പോൾ എന്നതുപോലെയുള്ള ഒരു പ്രയോഗമാണ് ഈ പ്രയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, സ്ത്രീകൾ പാവപ്പെട്ടവരായാലും ആരായിരുന്നാലും അവർക്ക് എന്ത് വേണമെങ്കിലും പ്രവാചകൻ്റെ അടുക്കൽ വന്ന് അവർ കാര്യങ്ങൾ പറയും, അവർ സാധിപ്പിച്ചു കൊണ്ടുപോകും. ബുദ്ധിയില്ലാത്ത ഭ്രാന്ത് പിടിച്ച സ്ത്രീയാണെങ്കിൽ പോലും അവൾ പറയുന്ന ആവശ്യം കേൾക്കാൻ നുബൂവത്ത് എന്ന് പറഞ്ഞ ഈ ഒരു പദവിയുള്ള റസൂലുള്ള 7 ആകാശത്തിന് മുകളിലൂടെ യാത്ര പോയ നബിയാണ്. അത്രയും വലിയ മഹാനാണ്. ആ മഹാൻ ഒരു ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ആളൊരു കാര്യം പറഞ്ഞാൽ അയാൾ പറഞ്ഞത് കേൾക്കുകയും അയാളെ കൂടെ പോവുകയും അയാൾക്ക് എന്താ വേണ്ടത് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. നോക്കൂ നിങ്ങൾ, ഒരു റിസാലത്തിൻ്റെ ഒരു ശൈലി. നമ്മൾ ആ നബിൻ്റെ അനുയായികളാണ്. നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും വല്ല പണിക്കാരനോ പണിക്കാരത്തി ഉണ്ടെങ്കിൽ ഇതൊന്ന് പോയി കൊടുക്കട്ടോ എന്ന് പറയും. ചില ആളുകൾ ആ ബുദ്ധി ഇല്ലാത്ത ആളാണെന്ന് പറഞ്ഞ് അവഗണിക്കുകയും ചെയ്യും. അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഞങ്ങളുടെ പ്രോട്ടോകോൾ. അപ്പോൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞൊരു സംവിധാനം. ഒരു ഗസ്റ്റ് വന്നാൽ അവനെ കൊണ്ടിറക്കാൻ കുറച്ചാളുണ്ടാവും. നാട്ടിലൊക്കെ വലിയ ഗവൺമെൻറ് പ്രതിനിധികളൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ആ ഒരു നിലം തൊടാതെ ഇങ്ങനെ കൊണ്ടിറക്കും. അവരുടെ പ്രോട്ടോകോൾ ഇങ്ങനെയൊക്കെയാണ് പ്രോട്ടോകോൾ, അങ്ങനെയൊക്കെയാണ് പ്രോട്ടോകോൾ. അവരുടെ അടുത്തേക്കാരും ചെല്ലാൻ പാടില്ല, പാവപ്പെട്ടവരൊന്നും വരാൻ പാടില്ല. അവരെങ്ങനെ ഒരു പോക്ക് പോവും. നമുക്ക് കാണാം നമ്മുടെ നാട്ടിൽ. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രോട്ടോകോൾ എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 1-2 ഹദീസ് നമുക്ക് പരിശോധിക്കാം. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസാണ് 4010 നമ്പർ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സഹാബാക്കൾ സമുദ്രത്തിലൂടെ ഹിജറ പോയി. അങ്ങനെ അവർ എത്യോപ്യയിലേക്ക് ഹിജറ പോയിട്ട് തിരിച്ചു വരുമ്പോൾ റസൂലുള്ള അവരോട് പറഞ്ഞു, നിങ്ങൾ പോയപ്പോൾ നിങ്ങൾ കണ്ട അത്ഭുതങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു അത്ഭുതം പറയും, എന്തെങ്കിലും വല്ല അനുഭവം ഉണ്ടായെന്ന് പറയുന്നതാണ്. അപ്പോൾ അവർ പറയാം, നബിയെ, ഒരു വിഭാഗം ആളുകൾ, അവരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു വല്ലാത്തൊരു ഓർമ്മയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പെണ്ണ്, വൃദ്ധയായൊരു സ്ത്രീ,
അവരുടെ വേദക്കാരുടെ ഒരു പണ്ഡിതയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പറഞ്ഞ കന്യാസ്ത്രീകളുടെ ഉയർന്ന പദവിയിലുള്ള പെണ്ണ് എന്ന് പറയുന്നത് പോലെയുള്ളൊരു സ്ത്രീ അവരുടെ തലയിൽ ഒരു കുല്ലത്ത് വെള്ളം വഹിച്ച് പോകുന്നുണ്ട്. തഹ്മിലു അലാ റഅ്സിയ കുല്ലത്തം മിമ്മായിൻ. ആ പ്രായമുള്ള സ്ത്രീ അവരുടെ തലയിൽ ഒരു കുല്ലത്ത് വെള്ളം വഹിച്ച് പോകുന്നു. ഒരു കുല്ലത്ത് വെള്ളം എന്ന് പറഞ്ഞാൽ ആ പെണ്ണ് അത്യാവശ്യം ആരോഗ്യമുള്ള പെണ്ണ് തന്നെ ആയിരിക്കും. ഒരു കുല്ലത്ത് എന്ന് പറഞ്ഞാൽ 1.25 മുഴം നീളവും 1.25 മുഴം വീതിയും അതുപോലെ 1.25 മുഴം ആഴവുമുള്ള ഒരു ബോക്സാണ് ഒരു കുല്ലത്ത് എന്ന് പറയുന്നത്. അത് നിറച്ച് വെള്ളം, ചിലപ്പോൾ നിറച്ചുണ്ടായിക്കൊള്ളുന്നില്ല, പകുതി ആയിരിക്കാം, ആ പാത്രമായിരിക്കാം. ഏതായിരുന്നാലും സഹാബാക്കൾ പറയാം, ഇങ്ങനെ ഒരു വെള്ളപ്പാത്രവുമായി ഒരു വൃദ്ധയായ സ്ത്രീ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ഒരു യുവാവിൻ്റെ അരികിലൂടെയാണ് അവർ പോകുന്നത്. അങ്ങനെ ആ യുവാവ് അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് ആ സ്ത്രീയുടെ പെരടിക്കൊരു തട്ടണ് കൊടുത്തു. അങ്ങനെ തട്ടിയപ്പോൾ ഫങ്കസറത്ത് കുല്ലത്തുഹ, അവളുടെ ആ പാത്രം എന്ത് ചെയ്ത് പൊട്ടി. മാത്രമല്ല അവർ വീണു. അവരുടെ മുട്ട് കുത്തി ആ സഹോദരി വീഴുകയും ചെയ്തു. അങ്ങനെ വീണ് കിടക്കുമ്പോൾ ആ പെണ്ണ് പറയാ, സൗഫ തഅലമു യാ ഉദറു ഇദാ വളഅ അല്ലാഹുൽ കുർസിയ വജമഅൽ അവ്വലീന വൽ ആഖിരീൻ. എടാ നിനക്കറിയാം, നീ എന്നെപ്പം ഇങ്ങനെ തള്ളിയിട്ടില്ലേ, ഇതിൻ്റെ ഫലം നാളെ മഹ്ശറയിൽ എല്ലാവരെയും അള്ള ഒരുമിച്ച് കൂട്ടുമ്പോൾ പടച്ച തമ്പുരാൻ്റെ കുർസി അവിടെ വെക്കുമ്പോൾ നിന്നെ വിചാരണക്ക് വെക്കപ്പെടുമ്പോൾ അന്ന് നിനക്കറിയാം കേട്ടോ എന്ന് പറഞ്ഞ് വളരെ രൂക്ഷമായിട്ട് ആ സഹോദരി പരലോകം പറഞ്ഞ് അവനെ പേടിപ്പിക്കുകയാണ്. എന്നിട്ട് ആ സഹോദരി പറയാം, വത്തക്കല്ലമത്തിൽ ഐതി, മഹ്ശറിൽ നിന്റെ കൈകൾ സംസാരിക്കും, വല്ലർജുൽ നിന്റെ കാലുകൾ സംസാരിക്കും. എന്താണ് നീ അവിടെ പ്രവർത്തിച്ച് ദുനിയാവിൽ പ്രവർത്തിച്ചതെന്ന് നിനക്കറിയാം. റബ്ബിൻ്റെ അടുക്കൽ നാളെ നിൻ്റെ എൻ്റെ കാര്യം എങ്ങനെ ഉണ്ടാവും അവിടെ വരുമ്പോൾ നിനക്ക് കാണാം, അന്ന് നമുക്ക് നോക്കട്ടോ എന്ന് ആ സഹോദരി പറയുന്നത് കേട്ടപ്പോൾ നബി എനിക്ക് വല്ലാത്ത അത്ഭുതമായി പോയി എന്ന് പറഞ്ഞു സഹാബാക്കൾ. അപ്പോൾ റസൂലുള്ള പറയാണ്, സദഖത്ത് സദഖത്ത്, ആ സ്ത്രീ പറഞ്ഞത് സത്യമാണ്. കൈഫ യുഖദ്ദിസുല്ലാഹു ഉമ്മത്തൻ ലാ യുഖദു ലിളഈഫിഹിം മിൻ ശദീദിഹിം. അല്ല എങ്ങനെയാണ് ഒരു ജനതയെ ശുദ്ധരാക്കുന്നത്, അവരുടെ ദുർബലരായ ആളുകളെ അവരുടെ ശക്തരായ ആളുകൾ പ്രയാസപ്പെടുത്തുമ്പോൾ ആ ശക്തന്മാരെ കൈകാര്യം ചെയ്യാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ആ സമുദായത്തെ ശുദ്ധീകരിക്കുക. അതുകൊണ്ട് തന്നെ പ്രവാചകൻ ദുർബലരായ ആളുകൾ ഏത് സൈഡിലാണോ അവർക്ക് സംരക്ഷണവും കവചവും നൽകുക എന്നുള്ളതാണ്. പ്രവാചകൻ പറഞ്ഞു, എൻ്റെ പ്രോട്ടോകോൾ നിങ്ങളുടെ ദുർബലന്മാരിലാണ്, ഞാൻ അവരോട് കൂടെയാണ്. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് കാണാം, റസൂലുള്ള പറയാണ്, അല്ലാഹുമ്മ ഇന്നി വഹർരിജു ഹഖ്ഖൽ ലഈഫൈൻ അൽ യതീമി വൽ മർഅ. പടച്ച തമ്പുരാനെ, 2 ദുർബലന്മാരുടെ അവകാശം ഞാൻ ജനങ്ങളുടെ പേരിൽ ഞാൻ അടിച്ചേൽപ്പിക്കുന്നു. ഉഹർരിജു എന്ന് പറഞ്ഞ അർത്ഥം ഉളയ്യിഖു അലന്നാസ്, ജനങ്ങളുടെ മേൽ ഞാനത് ഒരു ഭാരമാക്കി വെക്കുന്നു. അവർ നിർബന്ധമായും ആ 2 ദുർബലരുടെ അവകാശം അവർ പാലിച്ചേ പറ്റൂ, എത്ര പ്രയാസം സഹിച്ചാലും ശരി. അൽ യതീമ വൽ മർഅ, സ്ത്രീയുടെയും യത്തീം കുട്ടികളുടെയും അവകാശം ഞാൻ ജനങ്ങളുടെ മേലിൽ ഉഹർരിജു, ഞാനത് അടിച്ചേൽപ്പിക്കുന്നു, നിർബന്ധിപ്പിക്കുന്നു. ആരെങ്കിലും അത് പാഴാക്കിയാൽ, അത് പാലിച്ചില്ലെങ്കിൽ അവർക്ക് അതിഭീകരമായ ശിക്ഷയാണ്. ഉശദ്ദിദു അലൈഹിം ഫീ ദാലിക. ഇതിൻ്റെ ആശയം അങ്ങനെയാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അതായത് ഈ ദുർബലന്മാരുടെ അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കാത്തവർക്കെതിരെ ശക്തമായ താക്കീത് നമ്മൾ നൽകുന്നു എന്ന ഭാഷയിൽ. അപ്പോൾ ഇവിടെ റിസാലത്തിൻ്റെ പദവിയിലെത്തിയ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പ്രോട്ടോകോൾ പാവപ്പെട്ടവരാണ്. അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം 2594 ഇബ്ഊനി ഫീ ളുഅഫായിക്കും, അല്ലെങ്കിൽ ഇബ്ഊനി ളുഅഫാ, നിങ്ങളുടെ ദുർബലന്മാരിൽ എന്നെ നിങ്ങൾ തേടുക, ഞാൻ അവരോട് കൂടെയുണ്ടാകും. ഫഇന്നമാ തുർസഖൂന വതുൻസറൂന ബിളുഅഫായിക്കും, നിങ്ങൾക്ക് സഹായം ലഭ്യമാകുന്നത് അല്ലാഹുവിൽ നിന്ന്, നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത് നിങ്ങളിലെ ദുർബലന്മാർ കാരണമാണ് എന്ന് റസൂലുള്ളാഹി പറയാർ. പാവപ്പെട്ട ആളുകളുടെ സാന്നിധ്യം കൊണ്ട് അല്ല നിങ്ങൾക്ക് റിസ്ക് നൽകുന്നു. അതുകൊണ്ട് എൻ്റെ പ്രോട്ടോകോൾ പാവങ്ങളോടുകൂടെയാണ് എന്ന്. അതുപോലെ ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീത്ത് കാണാം, മഹാനായ മുസഅബ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു തൻ്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുക,
മഹാനവറുകൾ റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബി ഞാൻ ഇവരെക്കാണ് കുറച്ചൊക്കെ മുന്തിയ ആളല്ലേ എന്നുള്ള ഭാഷയിൽ സംസാരിച്ചു. കാരണം അയാൾ വലിയ സമ്പന്നനാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നമാ നസറല്ലാഹു അസ്സ വജല്ല ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിനെ അള്ളാഹു സഹായിച്ചിരിക്കുന്നത് ബിളഈഫിഹാ, ഈ ഉമ്മത്തിലെ പാവങ്ങളെ കൊണ്ടാണ്. ബിദഅവതിഹിം വസ്വലാത്തിഹിം വഇഖ്ലാസിഹിം, ആ പാവങ്ങളുടെ നിഷ്കളങ്കതകൾ, അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ ആരാധനാമുറകൾ കാരണമാണ് ഈ ഉമ്മത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുന്നത് എന്ന് റസൂലുള്ളാഹി പറയാം. എത്രമാത്രം ഒരു നബിയാകുമ്പോൾ അയാൾ എത്രമാത്രം താഴ്ന്നു വരുന്നു എന്ന് ചോദിച്ചാൽ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, 2262 നമ്പർ ഹദീസാണ്. ഇതിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബഅസല്ലാഹു നബിയൻ ഇല്ലാ റഅൽ ഗനമ, ഒരു നബിനെയും അല്ലാഹു ആദം നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള മുഴുവൻ നബിമാരും എല്ലാവരെയും കൊണ്ടും അള്ളാഹു ആട് മേയ്പ്പിച്ചിട്ടുണ്ട്. ആട് നോക്കാൻ അള്ളാഹ് കൽപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞു പോയ മുഴുവൻ നബിമാരോടും. ഒരു നബി ഒഴിവായിട്ടില്ല. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊക്കെ നമ്മുടെ തലക്ക് വലിയ കനം ഇങ്ങനെ തോന്നും ചിലപ്പോൾ നമ്മൾ അറിയാതെ. ആ കനം കുറച്ച് തരാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ നാട്ടിൽ ചെന്നിട്ട് ഒരു 4-5 ആടാളെയും പഠിച്ചിട്ട് ഇങ്ങനെ തോട്ടത്തിൽ കൂടി ഇങ്ങനെ പോകുന്ന ഒരു 4 ആൾ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ ആടിന് നമ്മൾ ഇലയിൽ പൊട്ടിച്ച് ഇങ്ങനെ കൊണ്ടേ കൊടുത്തിട്ട് അതിനങ്ങനെ തീറ്റിക്കുന്ന ഒരു രംഗമൊക്കെ അത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ ആടിനെ കൊണ്ടുപോയിട്ട് തീറ്റണം, അതൊരു പ്രത്യേക സുന്നത്താണെന്നല്ല പറയുന്നത്. അത് അതിൻ്റെ സൗകര്യമുള്ളവർക്ക് അത് ചെയ്യാം. പക്ഷേ ഇവിടെ പറയുന്നത് ഒരു നബിയും അതൊന്നും ഒഴിവായിട്ടില്ല എന്ന്. ആദം നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള ഒരു നബിയെയും അള്ളാഹു വിട്ടിട്ടില്ല. അപ്പോൾ സഹാബാക്കൾ നബിയോട് ചോദിക്കുകയാണ്, വ അന്ത നബിയെ നിങ്ങളും ആട് നോക്കിക്കണോ ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹിന്റെ മറുപടി, നഅം കുന്തു അർആഹ അലാ ഖറാറീത ലി അഹ്ലി മക്ക, ഞാൻ മക്കക്കാരുടെ ഖീറാത്തിൻ്റെ കണക്കനുസരിച്ചിട്ട് ഞാനും ആട് നോക്കിയിട്ടുണ്ട്. ബുഖാരിയുടെ ഹദീസാ. ബുഖാരിയുടെ ഹദീസിൽ പറയുന്നു, റസൂലുള്ള ഒരു ഖീറാത്ത് അനുസരിച്ച്, ഖീറാത്ത് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, അതൊരു സംഖ്യയാണ്. ഇപ്പം നമ്മൾ പറയാലോ, ഞാൻ 50 രൂപക്ക് ആട് വെക്കാൻ പോയി, അല്ലെങ്കിൽ 500 രൂപ ശമ്പളത്തിന് പണിയെടുത്തു എന്ന് പറയില്ലേ, എന്നതുപോലെ നബി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താ പറയുന്നത്, ആട് മേക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ പാകപ്പെടുത്താൻ പറ്റിയൊരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു ഉദ്ദേശം വെച്ച് പോകുകയാണെങ്കിൽ നമുക്ക് സുന്നത്ത് തന്നെയാണ്. അതല്ലാതെ എല്ലാ പണിയും നിർത്തി ഇനി ആട് വെക്കാൻ പോകുക എന്നുള്ള സംവിധാനമല്ല. ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് പ്രവാചകന്മാരെ കൊണ്ട് അള്ളാഹു ആട് മേക്കിപ്പിച്ചു? ഹാഫിദു ദുനിയ തൻ്റെ ഫതുൽ ബാരിയിൽ അത് വിവരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മഹാനവറുകൾ പറയാണ്, അൽ ഹിക്മതു ഫീ ഇൽഹാമിൽ അംബിയാ മിൻ റഈൽ ഗനം ഖബല നുബുവ, നുബുവത്തിന് മുമ്പ്, നബിയാകുന്നതിന് മുമ്പ് അള്ളാഹു തആല അംബിയാക്കന്മാരെ കൊണ്ട് ആട് നോക്കിപ്പിച്ചതിൻ്റെ ഹിക്മത്ത് എന്താണ്? ആ ആടിനെ നോക്കുമ്പോൾ ഒരു പരിശീലനം കിട്ടും. അവരുടെ ഉമ്മത്തിൻ്റെ കാര്യം നോക്കി നടത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ഒരു പരിശീലനം കിട്ടും. കാരണം لأن في مخالطتها ما يحصل لهم الحلم والشفقة لأنهم إذا صبروا على رعيها وجمعها بعد تفرقها في المرأة ونقلها من مسرح إلى مسرح ودفع عدوها من صبر وغيره كالسارق علموا اختلاف طباعها وشدة تفرقها. എന്നിങ്ങനെ പറഞ്ഞിട്ട് ഹാഫിളുദ്ദീനെ ചുരുക്കി പറഞ്ഞാൽ, ഈ ആട്ടും കൂട്ടം എന്ന് പറഞ്ഞാൽ ആടിനെ നോക്കുമ്പോൾ ഒരാട് തെക്കോട്ട് പോയാൽ മറ്റേ ആട് വടക്കോട്ട് പോകും, മറ്റൊന്നും പടിഞ്ഞാട്ട് പോകും, മറ്റൊന്നും ഇങ്ങോട്ട് പോകും. അങ്ങനെ ആകപ്പാടെ പറയാം ആടുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ നോക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആകെ ക്ഷമ കിടുന്ന ഒരവസ്ഥ ഉണ്ടാവും. അങ്ങനെ അതൊക്കെ സഹിച്ച് ഇവറ്റനെ അദ്ദേഹം വളരെ ക്ഷമയോടുകൂടെ ആടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാൽ വലിയ വഴി എടുത്തിട്ട് അതിൻ്റെ കയ്യും കാലും അടിച്ച് മുറിച്ചിങ്ങാണ്ട് അതിനെ കഥ കഴിക്കണ പരിപാടിയൊന്നുമില്ലാതെ നല്ല നിലക്കയറ്റിനെ കൊണ്ടുവന്ന് അടക്കി ഒതുക്കി അദ്ദേഹത്തിൻ്റെ ആട്ടിൻകൂട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരിശീലനമുണ്ട്. എന്നതുപോലെയുള്ള ഒരു പരിശീലനം ആടുകളെ നോക്കിയിട്ട് പരിശീലനം നൽകുകയാണ്. എന്തിനു വേണ്ടി? ഈ 2 കാലുമ നടക്കുന്ന മനുഷ്യനെ മര്യാദക്ക് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ.
അപ്പോൾ ഒരു നുബൂവത്തിൻ്റെ പദവിയിലെത്തിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞത് പ്രവാചകന്റെ 36ാമത്തെ ഗുണം എന്താണ്? ആരെങ്കിലും പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനോട് ഇടപഴകിയാൽ മൻ ഖാലതഹു മഅരിഫതൻ അഹബ്ബഹു, നബിയോട് കൂടെ ഇടപഴകുന്ന ആളുകൾക്ക് ആ പ്രവാചകനെ സ്നേഹിക്കാനുള്ള അവസരം റസൂലുള്ളാഹിയുടെ പ്രകടനത്തിൽ നിന്നുണ്ടാകും. കാരണം എത്ര താഴെയുള്ള ആളുകളോടും എത്ര വിനയാനിതനായി സംസാരിക്കാൻ പ്രവാചകന് സാധിക്കും. മാത്രമല്ല അത് പ്രവാചകന്റെ ഒരു പ്രോട്ടോകോളാണ്. എന്ന് പറഞ്ഞാൽ പാവങ്ങളെ കൂടുതൽ പരിഗണിക്കുക, അവരോട് കൂടെ നിൽക്കുക എന്നുള്ളതും മനുഷ്യന്മാരിൽ നിന്നുള്ള പ്രയാസങ്ങളെ സഹിക്കുക എന്നുള്ളതും പ്രവാചകന്റെ ഒരു മുഖമുദ്രയാണ്. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീത്ത് കാണാൻ അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി പറയാൻ, അൽ മുഅ്മിനുല്ലദീ യുഖാലിത്തുന്നാസ വയസ്ബിറു അലാ അദാഹും, ജനങ്ങളോടുകൂടെ ഇടപഴകുകയും ജനങ്ങളിൽ നിന്നുള്ള ഉപദ്രവത്തെ ക്ഷമയോടെ നിന്ന് അത് സഹിക്കുകയും ചെയ്യുന്ന ആളുകൾ അഅ്ളമു അജ്റൻ, ഏറ്റവും വലിയ പ്രതിഫലമുള്ളവരാണ് മിനൽ മുഅ്മിനില്ലദീ ലാ യുഖാലിത്തുന്നാസ് വലാ യസ്ബിറു അലാ അദാഹും, ജനങ്ങളോടുകൂടെ ഇടപഴകാതിരിക്കുകയും ജനങ്ങളിൽ നിന്ന് ഒരു പ്രയാസം വന്നാൽ അവിടെ ക്ഷമിക്കാതിരിക്കുകയും ചെയ്യുന്നവരെക്കാൾ ഏറ്റവും നല്ലവനാണ് ജനങ്ങളോടുകൂടെ ഇടപഴകുകയും അവരിൽ നിന്നുള്ള പ്രയാസങ്ങളെ സഹിക്കുകയും ചെയ്യുന്നവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് നമ്മൾ പറഞ്ഞത്, നബിയെ അപ്രതീക്ഷിതമായി കണ്ടവർ ആശങ്കയിലായി പോകും. പെട്ടെന്ന് നബിനെ അറിയാത്ത ആളുകൾ കണ്ടാൽ ഒരു ഗാംഭീര്യം അവിടെ പ്രകടമാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രവാചകന്റെ ഗാംഭീര്യത്തെ 2 ക്ലാസ്സുകളിലായി വിശദീകരിച്ചത്. ഇന്ന് നമ്മൾ പ്രവാചകന്റെ വിനയത്തെ, പ്രവാചകന്റെ പ്രവർത്തന ശൈലിയെ, പ്രവാചകന്റെ പ്രോട്ടോകോളുകളെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ചുരുക്കി പറഞ്ഞാൽ പ്രവാചകനോട് ഇടപഴകുന്നവർക്ക് പ്രവാചകനെ സ്നേഹിക്കാനുള്ള അവസരം ഉണ്ടാകും എന്നുള്ളത് പ്രവാചകന്റെ 36ാമത്തെ ഗുണമാണ്. അതിനാണ് നമ്മൾ ഇമാം ബുഖാരിയുടെ സഹീഹിൽ നിന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ സ്ത്രീകൾ ഒച്ചപ്പാടോടുകൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഉമറുൽ ഫാറൂഖിനെ കണ്ടപ്പോൾ ഒക്കെ ഇറങ്ങി ഓടി എന്നതുപോലെയുള്ള ഹദീത്ത് നമ്മൾ നേരത്തെ വിവരിക്കുകയുണ്ടായി. അതേപോലെ തന്നെ റസൂലുള്ളാഹിന്റെ അടുക്കൽ അവർ ശബ്ദമുയർത്തി സംസാരിച്ചല്ലോ എന്ന് ബുഖാരിയിലുണ്ടല്ലോ. അപ്പോൾ ആ ശബ്ദമുയർത്തി സംസാരിച്ചതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? അവിടെ എന്താണ്? ഒരു സ്ത്രീ വലിയ ശബ്ദമുണ്ടാക്കി സംസാരിച്ചതല്ല, മറിച്ച് അവരെല്ലാവരും പാടെ കൂടി ചെറിയ രൂപത്തിൽ സംസാരിച്ചപ്പോൾ അവിടെ ശബ്ദമുയർന്നതാണ്. അതേപോലെ തന്നെ ശബ്ദമുയർത്താൻ പാടില്ല റസൂലുള്ളാഹിന്റെ അടുക്കൽ എന്നുള്ളതിന് പരിശുദ്ധ ഖുർആനിലെ ആയത്താണുള്ളത്. നിങ്ങൾ ശബ്ദമുയർത്തിയാൽ നിങ്ങളുടെ അമൽ പൊളിഞ്ഞു പോകുന്നുള്ളതാണ്. ആ ആയത്ത് അവതരിപ്പിക്കാനുള്ള കാരണം സ്വഹീഹുൽ ബുഖാരിയുടെ 4845 നമ്പർ ഹദീത്താണ്. ആ ഹദീത്തിൽ പറയുന്നത് എന്താണ്? സൂറത്ത് ഹുജറാത്തിലെ 2ാമത്തെ ആയത്ത് ഇറങ്ങാൻ കാരണം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കൽ സംസാരിച്ചപ്പോൾ ശബ്ദമുയർന്നു വന്നു. ആ ശബ്ദമുയർന്നു വന്നപ്പോൾ അത് മേലിൽ ആവർത്തിക്കരുത് എന്ന നിലക്കുള്ള താക്കീതുമായിട്ടാണ് അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞു വിട്ടത്. അപ്പോൾ ഇവിടെ ആ ആയത്ത് ഇറങ്ങുന്നതിൻ്റെ മുമ്പായതുകൊണ്ടാണ് അവർ 2 ആളിൽ നിന്നും ശബ്ദമുയർന്നത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പിന്നെ ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം റസൂലുള്ളാഹിന്റെ അടുക്കൽ വല്ലതും സംസാരിക്കുകയാണെങ്കിൽ എന്തേ ഉമറേ നീ പറഞ്ഞത് എന്ന് ചോദിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. അത്രയും ശബ്ദം താഴ്ത്തിയിട്ടായിരുന്നു സംസാരിച്ചിരുന്നത്. അതേപോലെ തന്നെ മറ്റേ 2ാമത്തെ ഹദീസ് നമ്മൾ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏത് ബുദ്ധിയില്ലാത്ത സ്ത്രീകളും വിളിച്ചാൽ അവരോട് കൂടെ പോയിട്ട് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുമായിരുന്നു. അതുപോലെ പ്രവാചകന്റെ കൈ പിടിച്ചു എന്ന് പറയുന്ന സംഭവം, ആ ഹദീസിന്റെ വിശദീകരണം നേരെ കൈപിടിച്ചു എന്നുള്ളതല്ല, പ്രവാചകനെ എപ്പോഴും പിന്തുടരുകയും പ്രവാചകൻ അവർക്ക് വഴങ്ങിക്കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാണ്. പിന്നെ ഒരു അന്യപുരുഷൻ അന്യസ്ത്രീയുടെ കൈ പിടിക്കുക, അന്യപുരുഷൻ അന്യസ്ത്രീയെ തൊടുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ തലയിലേക്ക് ഇരുമ്പാണി അടിച്ചു കയറ്റുന്നതിനേക്കാൾ ഭീകരമാണ്. റസൂലുള്ളാഹിന്റെ ഹദീത്താണ്. പ്രവാചകൻ ബയ്യത്ത് ചെയ്തപ്പോഴൊക്കെ പ്രവാചകൻ സ്ത്രീകളോട് പറഞ്ഞു, ഞാൻ ഒരു സ്ത്രീയെയും ബയ്യത്ത് സ്പർശിക്കാറില്ല, അവർക്ക് കൈ കൊടുക്കാറില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നും നമ്മൾ ഹദീത്തിൽ കാണുകയുണ്ടായി. അപ്പോൾ ഏതായിരുന്നാലും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് നോട്ട്സ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഗ്രൂപ്പിലുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സാലിഹ് അമലായി സ്വീകരിക്കുമാറാവട്ടെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം, നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ?
നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യനുകളൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? എല്ലാവരും ആൻസർ ചെയ്യാറില്ലേ? നാളെയും കൂടി സമയമുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഹൈറാട്ടെ. എന്താണ് നമ്മൾ ഇസ്മായിൽ ഭായി ഒക്കെ ഇവിടെ അല്ലേ? ഓക്കെ 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 ഓക്കെ, ഹൈറാട്ടെ. പിന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ അടുത്ത വ്യാഴാഴ്ച നമ്മുടെ സെൻറ്ററിൽ വെച്ച് എല്ലാ വ്യാഴാഴ്ചകളിലും ഒരു ദർസ് നടക്കുന്നുണ്ട് കേട്ടോ. എന്താണ് ഇമാം ഇബ്നു ഖുദാമൽ മഖ്ദിസിയുടെ കിതാബുൽ ഉംദയാണ് നടക്കുന്നത്. പറ്റാവുന്ന ആളുകൾക്ക് അതിൽ വരാം. അവിടെ അതിൻ്റെ വിശദീകരണം അവിടുന്ന് കിട്ടും, എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് കേട്ടോ. വളരെ ഹൈറാകട്ടെ. ഓക്കെ, എന്നാൽ സമയം രാത്രി 8:50 കേട്ടോ. വ്യാഴാഴ്ച 8:50 കേട്ടോ. കറക്റ്റ് 1 മണിക്കൂർ ഉണ്ടാവും കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഓക്കെ, എന്നാൽ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതുബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.